പെരുന്നാളായതുകൊണ്ട് തന്നെ ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നോലുമ്പായതുകൊണ്ട് ചേച്ചി എൻ്റെ ഒപ്പാട്ട് കിടന്നത്. തേജപ്പനും വിനീഷേട്ടനും അപ്പുറത്തെ റൂമിലും കേട്ടോ. രാവിലെ എനിച്ചിട്ടൊന്ന് വെയിൽ കൊള്ളാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ന് അച്ഛൻ ഒരു വെയിലും ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉമ്മർത്ത് അങ്ങനെ ഇരുന്നു കേട്ടോ. തേജപ്പൻ നല്ല ഓർക്കാനുണ്ട്. ചേച്ചിയും ചേട്ടനും കൂടിയിട്ട് പുറത്ത് പോയേക്കാൻ കേട്ടോ. ഞാൻ അങ്ങനെ നേരെ കുളി കഴിഞ്ഞു ഞാൻ നെയ്യ് കുടിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ഇന്നത്തോടെ എൻ്റെ നെയ്യ് കഴിഞ്ഞു ഗൈസ്. അപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ നെയ്യൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് പുട്ടും കടലക്കറിയും പഴം പുഴുങ്ങിയതായിരുന്നു. അവന് സ്കൂളില്ലാത്ത ദിവസം അവൻ കുറേ നേരം കിടന്നുറങ്ങും കേട്ടോ. അത് കാരണം ചേച്ചിയും ചേട്ടനും പോകുമ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു തല വന്ന് എത്തിച്ചോക്കണ് കണ്ടു. 11 മണി ആവാറായതുകൊണ്ട് തന്നെ പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് അവനെ ഉറങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. ഞങ്ങൾ ചായ കുടിപ്പിക്കണ്ടേ. അപ്പോൾ ഒന്നും കഴിക്കാതെ കുറേ നേരമാണ് ഇരിക്കുന്നത്. അപ്പോൾ ചായ കുടിച്ചേ പറ്റൂ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ എനിപ്പിച്ച് പല്ലേപ്പിക്കാൻ വേണ്ടി വിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് പല്ലേക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിതേ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവനെ പല്ലേപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ അവനെ നേരെ കുളിപ്പിച്ചു. പിന്നെ ക്രീമൊക്കെ തേച്ച് ഇത് അമ്മമ്മ ഡ്രസ്സ് ഇട്ടേരണ്ട ഞാൻ ഇട്ടോണ്ട് പറഞ്ഞിട്ട് അവൻ സ്വയം ഡ്രസ്സ് ഇടും. അങ്ങനെ പുട്ടും കടലക്കറിയും കൂട്ടിയിട്ട് നമ്മുടെ തേജപ്പൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് ടിവിയിലൊന്നും യൂട്യൂബ് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ സൈഡ് എൻ്റെ ഫോണിൽ വെച്ച് കണക്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ട്. പിന്നെ നമ്മുടെ മാളും അത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴാണ് അമ്മമ്മയും മോനും കൂടെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് വന്നേട്ടാ. പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന് മുന്നിൽ കൂടെ എപ്പോഴും ഇങ്ങനെ ഐസ്ക്രീം വണ്ടി പോട്ടോ. പിന്നെ അച്ഛൻ ചോറിനാൻ വേണ്ടി വന്നപ്പോൾ തേജപ്പനെ പോപ്കോൺ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവതിരുന്ന് കഴിക്കുകയാണ്. പിന്നെ ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാനിതേ പാപ്പൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിട്ടോ. അവിടെ മാളു അച്ചു അതു അഞ്ചന അങ്ങനെ കസിൻസ് എല്ലാവരും ഉണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ കത്തിയടിച്ചിരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ചർച്ച എന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യലാണ് ഞങ്ങളുടെ മെയിൻ പണിയിട്ട്. ലാസ്റ്റ് പ്ലാൻ ചെയ്ത് ലാസ്റ്റ് കൊളാവാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ മാമനും മോനും കൂടിയിട്ട് ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. എനിക്ക് തൊയിരം തരില്ല, മാമനെ വിളിക്കുന്നു പറഞ്ഞിട്ട്. സ്ഥാനം കൊണ്ട് മാമനാണ്, പക്ഷെ രണ്ടെണ്ണം തമ്മിൽ 1.5 വയസ്സിന് വ്യത്യാസമല്ലോ കേട്ടോ. ഇടയ്ക്ക് ദേവൂട്ടാന്ന് വിളിക്കും, ഇടയ്ക്ക് ദേവൂട്ടൻ മാമാന്ന് വിളിക്കും. ചിലപ്പോൾ ചേട്ടാന്ന് വിളിക്കണ കേൾക്കാൻ നമ്മുടെ തേജപ്പൻ്റെ മൂടനുസരിച്ചിട്ടാണ് അവൻ ദേവൂട്ടിനെ ഓരോന്ന് വിളിക്കാറ് കേട്ടോ. അങ്ങനെ രണ്ടെണ്ണം കൂടിയിട്ട് ഒളിച്ചപ്രാന്തി കളിക്കാൻ കേട്ടോ. തേജപ്പനെ വിളിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്ത കാരണം അവൻ വിനീഷേട്ടൻ്റെ മുണ്ടിൻ്റെ ഇടയിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നത്. എവിടെ ഒളിച്ചിരുന്നാലും നമ്മുടെ ദേവൂട്ടൻ അവനെ പൊക്കൂട്ടോ. ലാസ്റ്റ് അവൻ പിണങ്ങും ചെയ്യും. കാരണം അവൻ അങ്ങനെ തോറ്റു കൊടുക്കണമെന്നൊന്നും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ ദേവൂട്ടൻ മാമനെ അങ്ങോട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ കുട്ടി കുറച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. പിന്നെ ഇവൻ പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ ഇവന് കളിക്കാനും വേറെ ആരും ഉണ്ടാവില്ലേ. അതിന് ഇടയ്ക്കൊക്കെ വന്നിട്ട് പിണങ്ങിപ്പോക്ക് ഇവിടെ പതിവാണ് കേട്ടോ. അങ്ങനെ അവർ കളിക്കണത് നോക്കിയിട്ട് ഞാനിങ്ങനെ ഉമ്മർത്തിരിക്കും കേട്ടോ. അവൻ എന്താ പറഞ്ഞത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ പടക്കം പൊടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ തേജപ്പൻ ഓടിപ്പോയി ചെവിടും പൊത്തിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. തലേന്ന് നമുക്ക് ബാൻഡ് സെറ്റ് ആയിരുന്നു, നമുക്ക് നാസിക് ഡോളാണ് കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര ഒച്ചയായ കാരണം ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പരിപാടി തുടങ്ങാറാകുമ്പോൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇത് വർത്താനം പറഞ്ഞിട്ട് ഉമ്മർത്തിരിക്കാനുണ്ടോ. പക്ഷെ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.